ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അത് ബീട്രൂട്ടും മുട്ടയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ബീട്രൂട്ടും 2 മുട്ടയും ഒരു സബോളയും 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞെടുത്ത് ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് ബീട്രൂട്ട് ഈ രീതിയിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം, നമ്മുടെ ചോപ്പർ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. ഞാൻ ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാകാൻ വെച്ചതിന് ശേഷം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സബോള അത് ഈ രീതിയിലാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു സബോള എടുത്തിട്ടില്ല, ഒരു സബോളയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസുള്ളൊരു സബോളയായിരുന്നു കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സബോളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ല വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും 3 ചെറിയ പച്ചമുളകാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് എരിവ് കുറവായിരുന്നു 3 എണ്ണം, നല്ല എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ മതി കേട്ടോ. പിന്നെ ഈ റെസിപ്പി കുട്ടികൾക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന ടൈമിലാകുമ്പോൾ പച്ചമുളക് കുറച്ച് ചേർത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ സബോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാനിലേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ആ എണ്ണയുടെ ഇതിൽ കിടന്നിട്ടാണ് ഇതൊന്ന് വെന്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ എല്ലാതും കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ തന്നെ ഇപ്പോൾ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ സിമ്മിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ബീട്രൂട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിലാണ് ഞാൻ മുട്ടയും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1 മുട്ട എടുക്കുന്നുള്ളൂ. 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ബീട്രൂട്ട് അരിഞ്ഞ് വന്നപ്പോൾ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ 1 മുട്ട എടുക്കുന്നുള്ളൂ കേട്ടോ. ആ മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കുക, ഒഴിച്ചപ്പം തന്നെ ഇളക്കിയെടുക്കരുത് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ചെറിയ പീസാകുന്ന രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത്ര മതി കേട്ടോ, കൂടുതൽ വേണ്ട. ഈ ഒരു രീതിയിലായി വരുന്ന ടൈമിൽ നമുക്ക് ബീട്രൂട്ടും മുട്ടയും എല്ലാതും കൂടി ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുട്ട ചെറിയതായി കഷ്ണങ്ങളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിത് വേറെ പാത്രത്തിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മുട്ടയും ബീട്രൂട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം, വെജിറ്റബിൾസ് കേട്ടോ. ഞാനിപ്പോൾ ബീട്രൂട്ട് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് വെണ്ടക്കായ വെച്ചിട്ടും ക്യാരറ്റ് വെച്ചിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് കഴിക്കാത്ത മക്കൾക്ക് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും. നമ്മളോട് ചോദിച്ച് മേടിച്ച് കഴിക്കും കേട്ടോ. നമുക്കതുപോലെ തന്നെ ചോറുണ്ണായി ഒരു ഉപ്പേരി മാത്രം മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം.